ഹായ്, നമ്മളുടെ പുതിയ ഡെസ്റ്റിനേഷൻ. ഈ സ്ഥലത്തിനെ നമുക്ക് ദ റൈസ് ബോൾ ഓഫ് തമിഴ്നാട് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ദ കൾച്ചറൽ ഹാർട്ട് ഓഫ് തമിഴ്നാട് എന്ന് വിളിക്കാം. അത് സച്ച് എ ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. ചോള ഡൈനാസ്റ്റിന്റെ ക്യാപിറ്റലായിരുന്നു തഞ്ചാവൂർ. തഞ്ചാവൂരിന് പല പേരുകളുണ്ട്. തഞ്ചാവൂർ, തഞ്ചേ, തഞ്ചാപുരി, രാജരാജപുരം, ഇങ്ങനെ പലത്. Tanjavur flourished under the reign of the great Rajaraja Cholan the First, and Chola dynasty became the center for Bharatanatyam, Carnatic music, Tanjavur paintings, bronze sculptures, and so on. പക്ഷേ ഇതൊന്നുമല്ല ഏറ്റവും ഐക്കോണിക് സാധനം. ഏറ്റവും ഐക്കോണിക് സാധനമാണ് നമ്മൾ കാണാൻ പോയ ഒരു സ്ഥലം, ദ ബൃഹദീശ്വര ടെമ്പിൾ. ഇൻ തമിഴ് ഓൾസോ നോൺ, commonly known as പെരിയ കോവിൽ. നമ്മൾ തഞ്ചാവൂർ സിറ്റി കയറിയപ്പോഴേ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റി ആയിരുന്നു. നമ്മൾ നല്ല ഗ്രീനറി ഉണ്ടായിരുന്നു, ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഫേമസ് സ്ഥലം നോക്കിയാണ് ഗൂഗിൾ മാപ്പിൽ കഴിക്കാൻ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കേട്ടു ഈ ആൾക്കാർ മധുരയിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നൊക്കെ പറയുന്നത് ബിരിയാണി ട്രൈ ചെയ്യണമെന്ന്. അപ്പം നമ്മളൊരു ബിരിയാണീൻ്റെ കടയിൽ പോയി ബിരിയാണി കഴിച്ചു. കുറച്ച് എരിവുണ്ടായിരുന്നു, പക്ഷെ നല്ല ബിരിയാണി. നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിലോട്ട് പോയപ്പോൾ അപ്പോഴാണ് ഡാഡ പറഞ്ഞത്, ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ഡാഡ പറഞ്ഞു ദ ടെമ്പിൾ ഇസ് നിയറിങ് എന്നാണ് കാണിക്കുന്നതെന്ന്. അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ ടെമ്പിളിൻ്റെ ഒരു ഗ്ലിംസ് കണ്ടു. അപ്പോഴേ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നി. നമ്മൾ താമസിച്ച സ്ഥലത്തിൻ്റെ പേര് ഗ്രേറ്റ് റെയിൽസ് റിവർ വ്യൂ റിസോർട്ട് എന്നായിരുന്നു പേര്. അപ്പോൾ ഈ ഹോട്ടൽ കാവേരി റിവറിൻ്റെ ഒരു ബ്രാഞ്ച് വെണ്ണ റിവറിനെ ഫേസ് ചെയ്താണ് ഈ ഹോട്ടൽ നിൽക്കുന്നത്. നമ്മളുടെ റൂമും ആ വെണ്ണ റിവറിനെ ഫേസ് ചെയ്താണ് നിൽക്കുന്ന. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കിളികളെയും റിവറിനെ എല്ലാം കാണാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ക്ലൈമറ്റ് സമ്മർ സീസൺ ആയതുകൊണ്ട് വെള്ളം കുറച്ച് കുറവായിരുന്നു, പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് വാസ് ലൈക്ക് സൂപ്പർ. ഇനി നമുക്കൊന്ന് റൂം ടൂർ കണ്ടാലോ?
നമുക്ക് കുറച്ച് ഫൺ ഫാക്ട്സ് ആയാലോ? ഓക്കെ, ഫസ്റ്റ് ഫൺ ഫാക്ട്, ഈ അമ്പലം thousands of years ago the great രാജരാജ ചോഴൻ the first പണി ചെയ്യിപ്പിച്ച അമ്പലമാണിത്. ദിസ് ടെമ്പിൾ ഇസ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ. പിന്നെ ഇവർ ഗ്രാനൈറ്റ് സ്റ്റോൺസ് സ്റ്റാക്ക് ചെയ്താണ് ഈ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും നല്ല ഫൺ ഫാക്റ്റാണ്, ഏറ്റവും ബെസ്റ്റ് ഫൺ ഫാക്റ്റാണ്, ഈ തഞ്ചാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയും അല്ലെങ്കിൽ തഞ്ചാവൂരിൻ്റെ അടുത്തുള്ള എവിടെയും ഗ്രാനൈറ്റ് സ്റ്റോൺസ് എന്ന് പറഞ്ഞ സാധനം കിട്ടൂല. അപ്പോൾ എത്ര ദൂരം നിന്നാണോ ട്രാൻസ്പോർട്ട് ചെയ്തത്, പിന്നെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന് ആർക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ഫൺ ഫാക്റ്റാണ്, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണിത്. ഈ നമ്മുടെ വീടുകൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മൾ ഒരു റോക്ക് എടുത്തിട്ട് സിമെൻറ്റ് വെച്ചിട്ട് ആ റോക്ക് സ്റ്റാക്ക് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ മണ്ടേ സിമെൻറ്റ് ഒഴിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്ന. പക്ഷേ ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഇതെല്ലാം മാജിക്കാണ്. ഇവർക്ക് സിമെൻറ്റും പിന്നെ അങ്ങനെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതാണ് ഈ അമ്പലം കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇൻസ്റ്റെഡ് ഇൻ്റർലോക്ക് സ്റ്റോൺസ് വെച്ച് സ്റ്റാക്ക് ചെയ്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ thousands of years later അത് സ്റ്റിൽ സ്റ്റിഫായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗോപുരത്തിൻ്റെ മേളിൽ നോക്കിയാൽ ഒരു റൗണ്ട് സ്ട്രക്ചർ കാണും. ഈ സ്ട്രക്ചർ വെയ്സ് അബൌട്ട് 80 tons. അതെങ്ങനെ ലിഫ്റ്റ് ചെയ്തോ, അതെങ്ങനെ മേളിൽ കയറ്റിയെന്നോ ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ചില ആൾക്കാരുടെ ബിലീഫ് ഒരു റാമ്പ് സ്ട്രെച്ചിങ് കിലോമീറ്റേഴ്സ് അത് യൂസ് ചെയ്താണ് ഈ റൗണ്ട് സ്ട്രക്ചർ കയറ്റിയെന്നാണ് ചില ആൾക്കാരുടെ ബിലീഫ്. जटाटवी गलज्जल प्रवाह पावित स्थले कलेवलम्ब्य लम्बितां भुजंग तुंग मालिकान्तमड्डमड्डमड्डमन्निनाद वड्डमर्वयं चकार चण्ड ताण्डवं तनोतु नः शिव शिवम्. ഈ അമ്പലത്തിൽ ലോർഡ് ശിവനെ ഫേസ് ചെയ്ത് ഒരു നന്ദീശ്വരൻ്റെ ജയന്റ് സ്റ്റാച്യു ഉണ്ട്. അത് ഒരു റോക്കിൽ കാർവ് ചെയ്തിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നു. നമ്മളത് കണ്ട് നമ്മൾ അമേസ്ഡ് ആവും. അത് 2-3 റോക്സ് ആയാലും ഭയങ്കര പാടാണ് അങ്ങനെ കാർവ് ചെയ്യാൻ. പക്ഷെ 2-3 റോക്ക് വെച്ച് ചെയ്യാൻ പറ്റൂല. ഇത് ഒരു റോക്ക് വെച്ച് കാർവ് ചെയ്ത് ഷേപ്പ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടാണ് അവർ ചെയ്യുന്നത്. ഐ ഗോട്ട് അമേസ്ഡ് വിത്ത് സീയിങ് ഹൗ ഹ്യൂജ് ഇറ്റ് വാസ്. जटाकटाह सम्भ्रम भ्रम निलिम्ब निर्झरी विलोल वीचि वल्लरी विराजमान मूर्धनि धगद्धगद्धगज्ज्वलल्ललाट पट्ट पावके किशोर चन्द्रशेखरे रति प्रतिक्षणं मम. ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മൾ എന്ത് സ്ട്രക്ചർ ആയാലും ഏത് ബിൽഡിംഗ് ആയാലും നമ്മൾ നോക്കിയാൽ ഷാഡോ ഉച്ചയ്ക്ക് തറയിൽ വീഴും. എന്തായാലും സൺ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ അമ്പലത്തിലെ മെയിൻ ടവർ വിമാന ടവറിൽ ഉച്ചയ്ക്ക് ഷാഡോ വീഴില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തില്ല, കാരണം നമ്മൾ ഈവനിങ്ങിലാണ് പോയത്. പക്ഷെ നമ്മളിത് കേട്ടിട്ടുണ്ട്. വി വോണ്ടഡ് ടു ഷെയർ വിത്ത് യു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉച്ചയ്ക്ക് ഈ വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ യു ഗോട്ട് ടു ചെക്ക് ഇറ്റ് ഔട്ട്. धराधरेन्द्र नन्दिनी विलास बन्धु बन्धुरस्फुरद्दिगन्त सन्तति प्रमोदमान मानसे कृपा कटाक्ष धोरणी निरुद्ध दुर्धरापदि क्वचित् दिगम्बरे मनो विनोदमेतु वस्तुनि. One last thing about the temple, one that Tamil Nadu can be proud about. UNESCO has recognized this temple as a World Heritage Site because of its structure and history. जटाभुजंग पिंगल स्फुरत् प्रणामणि प्रभा कदम्ब कुङ्कुमद्रव प्रलिप्त दिग्वधूमुखे मदान्ध सिन्धुर स्फुरत्वगुत्तरीय मेधुरे मनो विनोदमद्भुतं बिभर्तु भूत भर्तरि. ओ
ശിവായ. Time for photo dump. நீ கட்டு சேல மடிப்புல நான் கசங்கி போனேண்டி ஓ எலும்பு செம்பட நிறையிடுப்புல கிறங்கி போனேண்டி நீ கட்டு சேல மடிப்புல நான் கசங்கி போனேண்டி ஓ எலும்பு செம்பட நிறையிடுப்புல கிறங்கி போனேண்டி அடியே சுடான மழையே கொடை போல் நனைஞ்சிக்கலாமா கொடியே வெத்தல கொடியே சுண்ணாம்பு நான் தரலாமா அழகே தாப்பண்ணி